കുട്ടികളുടെ ഡെവലപ്മെന്റിനെ വളരെ മോശപ്പെട്ട രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു മോസ്റ്റ് വ്യൂഡ് യൂട്യൂബ് ചാനലാണ് കൊക്കോമെലൺ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും കുട്ടികൾ ഈ ഒരു കൊക്കോമെലൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, മാക്സിമം എല്ലാവരിലോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഈ ഒരു ചാനൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ചാനലിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂ, യെല്ലോ ആൻഡ് ഗ്രീൻ കളേഴ്സാണ്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്നതും അതുകൂടാതെ തന്നെ അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ് ഈ ഒരു 3 കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. അതുകൂടാതെ വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാനും ഈ കളേഴ്സ് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് ഈ ഒരു റൈംസിലൂടെ കൊക്കോമെലൺ എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ റൈംസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ റൈംസിലൂടെ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ വേർഡ്സിൽ ചിലതിനൊന്നും മീനിങ്സ് തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ മീനിങ്ലെസ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും കുട്ടികളുടെ ബ്രെയിനിൽ പെട്ടെന്ന് സ്റ്റോർ ആവുക. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ നേച്ചുറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് ബ്രെയിനിൻ്റെ. അപ്പോൾ ബ്രെയിനിൻ്റെ ആ ഒരു നേച്ചുറൽ ഡെവലപ്മെൻറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മെയിനായിട്ട് അവർ ക്ലെയിം ചെയ്യുന്നത് കുട്ടികളെ ഫണ്ണിയസ്റ്റ് വേയിൽ പഠനത്തിലൂടെ ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷണൽ രീതിയിൽ വളരെ ഫണ്ണിയസ്റ്റ് ആയിട്ട് പഠിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അതായത് കുട്ടികൾക്ക് ചുറ്റുമുള്ള കാര്യത്തിനോട് അവർ റെസ്പോണ്ട് ചെയ്യുന്നു, അവർ കൂടുതലായിട്ട് ആലോചിക്കുന്നു, തിങ്കിങ് എബിലിറ്റി കൂടുന്നുണ്ട്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ പ്രായത്തിലാണ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ കൂടുതലായിട്ട് ഈ പറയുന്ന യൂട്യൂബ് ചാനലിലോട് ഇവർ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അഡിക്റ്റഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന കാര്യമാണ്, അഡൾട്ട്ഹുഡിൽ കൂടുതലായിട്ട് ഡ്രഗ്സിനോട് അഡിക്റ്റഡ് ആവുന്നു, കംപ്ലീറ്റ് ആയിട്ട് അതിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് അതില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊരവസ്ഥയിലോട്ട് എത്തുന്നതാണ് അഡിക്ഷൻ. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഡ്രഗ്സിനോടൊക്കെ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർ ട്രാൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളിലും ട്രാൻസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിലോട്ട് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ കാരണമാവുന്നുണ്ട്. അതായത് മെയിനായിട്ട് ഇവർക്ക് ഫുഡ് കഴിക്കാനും അവർക്ക് ഉറങ്ങാനും രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കാണാതെ അവരിയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് ട്രാൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ചാനലിനോട് അഡിക്റ്റഡ് ആവുന്നു. അതില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തുന്നു. അങ്ങനെ ഇവർ കംപ്ലീറ്റ് ഫോക്കസ് ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ അവരുടെ ബ്രെയിൻ 20 to 30% അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറയാനാണ് ഇപ്പോഴുള്ള സ്റ്റഡീസ് പറയുന്നത്. ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, ഇത്തരം ചാനലിനോടൊക്കെ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 20 to 30% കുറയുന്നു എന്നാണ് ഇപ്പോൾ പഠനത്തിലൂടെ പറയുന്നത്. സോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. അവർ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവർക്ക് ഇനി എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാം. ഈ ഒരു പ്രായത്തിലാണ് അവരുടെ മെയിൻ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്രായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ.